പരിയാരം കൊന്നക്കുഴിയിൽ കുരങ്ങ് ശല്യം രൂക്ഷം. വീട്ടിൽ കയറിയ കുരങ്ങുകൾ വീട്ടുപകരണങ്ങൾ നശിപ്പിച്ചു. കുന്നംകുളം തുറക്കുളം മത്സ്യ മാർക്കറ്റിലെ കവർച്ച. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൈപ്പറമ്പിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാനും മിനി ബസുമായി കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്ക്. കൊടകര ചുങ്കാലയിൽ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു. വാർത്തകൾ വിശദമായി. പരിയാരം കൊന്നക്കുഴിയിൽ കുരങ്ങ് ശല്യം രൂക്ഷം. നോർത്ത് കൊന്നക്കുഴിയിൽ പെരുമ്പിള്ളിയാൻ സുബ്രന്റെ വീട്ടിൽ കയറിയ കുരങ്ങുകൾ വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും കിലോ കണക്കിന് അരി തിന്നുകയും താഴെ വലിച്ചിടുകയും ചെയ്തു. പഞ്ചസാരയും തിന്നു തീർത്തു. വീട്ടിൽ ആളില്ലാതിരുന്ന സമയത്ത് അടുക്കളയുടെ ഷീറ്റ് പൊളിച്ചാണ് 10ഓളം കുരങ്ങുകൾ അകത്തു കയറിയത്. നിരവധി വീടുകൾ കുരങ്ങ് ശല്യത്താൽ നട്ടം തിരിയുകയാണ് ഇവിടെ. കുന്നംകുളം തുറക്കുളം മത്സ്യ മാർക്കറ്റിൽ കവർച്ച നടന്ന സംയുക്ത ട്രേഡ് യൂണിയൻ ഓഫീസിൽ ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ KG സുരേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും തൃശൂരിൽ നിന്നുള്ള ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി. പോലീസിന്റെ നേതൃത്വത്തിൽ മോഷണം നടന്ന സംയുക്ത ട്രേഡ് യൂണിയൻ ഓഫീസിലും മോഷ്ടാവ് കുത്തിത്തുറന്ന അലമാരകളും വിശദമായി പരിശോധിച്ചു. മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന തൊപ്പി കണ്ടെത്തി. കുന്നംകുളം പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ മഹേഷ്, സബ് ഇൻസ്പെക്ടർമാരായ പോളി, ഗിരീശൻ തുടങ്ങിയവർ പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഞായറാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. യൂണിയൻ ഓഫീസിനുള്ളിൽ സ്ഥാപിച്ച ക്യാമറ കവറും തുണിയും ഉപയോഗിച്ച് മറച്ച മോഷ്ടാവ് സ്ഥാപനത്തിന് മുൻപിലെ CCTV ക്യാമറ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. പഴഞ്ഞി ചിറ്റത്താഴം കോൾപ്പടവിലെ മോട്ടോർ പുരയിൽ നിന്ന് കേബിളുകൾ മോഷണം പോയി. മീറ്ററിന് 800 രൂപ വില വരുന്ന 50 മീറ്ററോളം കേബിളുകളാണ് നഷ്ടപ്പെട്ടത്. 1.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി കോൾപ്പടവ് പ്രസിഡന്റ് KM ഹനീഫ, സെക്രട്ടറി AY ഹമീദ് എന്നിവർ പറഞ്ഞു. വെട്ടിക്കടവ്, കോട്ടിയാട്ടുമുക്ക് കോൾപ്പടവുകളിൽ നിന്നും മുൻപ് കേബിളുകൾ നഷ്ടപ്പെട്ടിരുന്നു. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. കോൾപ്പടവുകളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കേബിൾ മോഷണം കർഷകർക്ക് കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് വരുത്തുന്നത്. കൈപ്പറമ്പിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാനും ബാൻഡ് വാദ്യ കലാകാരന്മാർ സഞ്ചരിച്ചിരുന്ന മിനി ബസും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്ക്. തമിഴ്നാട് സ്വദേശികളായ ബാലസുബ്രഹ്മണ്യം, കണ്ണൻ, ശിവബാലൻ, സുരേഷ്, മിനി ബസ് യാത്രക്കാരായ പറവൂർ സ്വദേശികളായ ലോനപ്പൻ, സുരേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പെരുന്നാൾ ആഘോഷ പരിപാടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന മിനി ബസ്സിലെ ബാൻഡ് വാദ്യ കലാകാരന്മാർ പരിക്കേറ്റവരെ കേച്ചേരി ആക്ട്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടകര ചുങ്കാലിൽ കാറും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു. മൂലംകുടം പള്ളത്തേരി രാജീവിന്റെ മകൻ രാഹുലാണ് മരിച്ചത്. വെള്ളിക്കുളങ്ങര പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മാനവികതയും ജനാധിപത്യ ബോധവും മതേതരത്വവുമുള്ള തലമുറയായി വളർത്തുവാനും കുട്ടികളുടെ പരസ്പരമുള്ള വിഷമതകൾ മനസ്സിലാക്കണമെങ്കിലും സർക്കാർ സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് NK അക്ബർ MLA. അണ്ടത്തോട് ഗവൺമെന്റ് LP സ്കൂളിന് വേണ്ടി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. പൊന്നൂർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ബിജു പള്ളിക്കര, മന്ദലാംകുന്ന് മുഹമ്മദ് ഉണ്ണി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പ്രേമ സിദ്ധാർത്ഥൻ തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ സമൂഹത്തിൽ മനുഷ്യത്വവും മാനവികതയും ജനാധിപത്യ ബോധവും മതേതരത്വവും അതുപോലെ തന്നെ പരസ്പരമുള്ള കുട്ടികളുടെ വിഷമങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സർക്കാർ സ്കൂളുകളിൽ പഠിക്കണം, പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കണം. എന്താ ഈ പൊതുവിദ്യാലയങ്ങളുടെ പ്രത്യേകത? പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കണ ഒരു മുസ്ലിം കുട്ടിയോട് ക്രിസ്തുമസ് എന്താണെന്ന് ചോദിച്ചാൽ അവൻ പറയും. പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളോട് ഹൈന്ദവ ആചാരങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു തരും. അണ്ടത്തോട് LP സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ നിന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, PTA പ്രസിഡന്റ്, സ്കൂൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തെ വാർഡ് മെമ്പർ എന്നിവർ വിട്ടുനിന്നു. മാന്യമായ പരിഗണന നൽകിയില്ലെന്ന് ആരോപിച്ചാണ് വിട്ടുനിന്നത്. ശിലാഫലകത്തിൽ ഉദ്ഘാടകനായ MLAയുടെയും അധ്യക്ഷത വഹിച്ച പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും കെട്ടിടം നിർമ്മിക്കുന്ന സ്ഥലത്തെ വാർഡ് മെമ്പറുടെയും പേരുകൾ മാത്രമാണ് വച്ചത് എന്നാണ് ആക്ഷേപം. MLAയുടെ നിർദ്ദേശപ്രകാരമാണ് പേരുകൾ ഒഴിവാക്കിയതെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നൽകുന്ന വിശദീകരണം. അമിതവിലയ്ക്ക് അനധികൃത മദ്യവിൽപ്പന നടത്തുന്നയാളെ കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി. മതിലകം മതിൽമൂല സ്വദേശി കൈപ്പോത്ത് വീട്ടിൽ പുഷ്പാകരനെയാണ് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ M ഷാംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന 111 കുപ്പി മദ്യം പിടിച്ചെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രിവന്റീവ് ഓഫീസർമാരായ PR സുനിൽകുമാർ,
പി കെ സുനിൽ, പി കെ സജികുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടി രാജേഷ്, ഒ ബി ശോഭിത് തുടങ്ങിയവർ മദ്യം പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. അക്കാദമി പുരസ്കാരങ്ങൾ ചിലർക്ക് മാത്രമായി റിസർവ് ചെയ്തിരിക്കുകയാണെന്ന് കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലുങ്കൽ. തപസ്യ കലാസാഹിത്യവേദി ജില്ലാ സമ്മേളനം കൊടകരയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എസ് രമേശൻ നായർക്ക് അക്കാദമി പുരസ്കാരം ലഭിക്കാതെ പോയത് തപസ്യയുടെ ഭാരവാഹിയായിരുന്നതുകൊണ്ടാണെന്നും രാഷ്ട്രീയ പരിഗണനയില്ലാതെ അർഹരായവർക്ക് അക്കാദമി അവാർഡുകൾ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. കലയും സാഹിത്യവും വിൽപ്പന ചരക്കാക്കുകയാണെന്നും രാജീവ് ആലുങ്കൽ കൂട്ടിച്ചേർത്തു. ജില്ലാ പ്രസിഡന്റ് ശ്രീജിത്ത് മുത്തേടത്ത് അധ്യക്ഷത വഹിച്ചു. കലാസാഹിത്യ മേഖലകളിലെ പ്രതിഭകളെ സംഗീത സംവിധായകൻ വിദ്യാധരൻ ആദരിച്ചു. മുരളി പാറപ്പുറം, സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ടി രാമചന്ദ്രൻ, സെക്രട്ടറി ടി എസ് നീലാംബരൻ, സംസ്ഥാന സമിതി അംഗം സി സി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങോട് സുബ്രഹ്മണ്യന്റെ ഇടയ്ക്ക വിസ്മയവും ഉണ്ടായി. മുളങ്കൂട്ടിലെ തത്തമ്മയ്ക്ക് നൊമ്പരം വിതുമ്പിയാൽ ഇതൊന്നും എൻ്റെ സ്വന്തം കാര്യമല്ല. എൻ്റെ വീട്ടിൽ ഒരു വാച്ച് മേടിച്ചാൽ, ടി വി മേടിച്ചാൽ, എൻ്റെ മരുമകന് ജോലി കിട്ടിയാൽ എന്നല്ല വയലാർ എഴുതിയത്. പിന്നെ ഈ വിശ്വപ്രകൃതിയിൽ എങ്ങാനും എൻ്റെ രാജ്യത്ത് പോലും ആവണമെന്നില്ല, അത് ഇസ്രായേലിലോ എവിടെയെങ്കിലും ആയിക്കോട്ടെ, എവിടെയെങ്കിലും ഈ വിശ്വപ്രകൃതിയിൽ എങ്ങാനും ഒരു നവകേരള സദസ്സിന് തുക നൽകുന്നതിനെതിരെ എരുമപ്പെട്ടി പഞ്ചായത്ത് യോഗത്തിൽ കോൺഗ്രസ് വിയോജനക്കുറിപ്പ് നൽകി. സാമ്പത്തിക നില അരക്ഷിതാവസ്ഥയിലാണെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതിന് ശേഷം നടത്തിയത് ധൂർത്ത് യാത്രയാണെന്ന് ആരോപിച്ചാണ് വിയോജനക്കുറിപ്പ് നൽകിയത്. സപ്ലൈകോ, പെൻഷൻ തുടങ്ങിയവ മുടങ്ങിക്കിടക്കുന്ന സമയത്താണ് സർക്കാർ ധൂർത്ത് നടത്തുന്നത്. എം കെ ജോസ്, സുധീഷ് പറമ്പിൽ, മാഗി അലോഷ്യസ്, പി കെ മാധവൻ, റീന വർഗീസ്, സതി മണികണ്ഠൻ, റിജി ജോർജ് എന്നീ കോൺഗ്രസ് പ്രതിപക്ഷാംഗങ്ങളാണ് വിയോജനക്കുറിപ്പ് നൽകിയത്. മാള അഗ്നിരക്ഷാസേന സ്റ്റേഷന്റെ നവീകരണത്തിന് 75 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് നടപടിയാകുന്നു. സാങ്കേതിക അംഗീകാരത്തിന് ശേഷം ഈ മാസം ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയതായി വി ആർ സുനിൽകുമാർ MLA അറിയിച്ചു. കഴിഞ്ഞ ബജറ്റിൽ പദ്ധതിയുടെ 20% തുകയായ 15 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. കഴിഞ്ഞ ഡിസംബർ 1 ഭരണാനുമതി ലഭിച്ച പദ്ധതിയിൽ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ, മുകൾ നിലയിലെ 1600 ചതുരശ്ര അടി വിസ്തൃതിയിൽ വിശ്രമമുറി, കമ്പ്യൂട്ടർ മുറിയുടെ നിർമ്മാണം, പുതിയ ഗ്യാരേജ് നിർമ്മാണം, ഫ്ലോർ നിർമ്മാണം, യാർഡ് കട്ടവിരിക്കൽ എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപകടത്തിൽ വീണ് പരിക്കേറ്റ രാജസ്ഥാൻ സ്വദേശിക്ക് സഹായഹസ്തവുമായി MLAയും ചാവക്കാട് താലൂക്ക് ആശുപത്രി അധികൃതരും. രാജസ്ഥാൻ സ്വദേശിയായ അർജുൻ എന്ന യുവാവിനാണ് വീണ് കാലിന്റെ എല്ലിൽ പൊട്ടലുണ്ടായത്. തുടർന്ന് 1 മാസത്തിലേറെയായി ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അസുഖം ഭേദമായതിനെ തുടർന്ന് NK അക്ബർ MLAയുടെ നിർദ്ദേശപ്രകാരം അർജുനെ നാട്ടിൽ എത്തുന്നതിനാവശ്യമായ എല്ലാ ചെലവുകളും താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നൽകുകയായിരുന്നു. ചാവക്കാട് നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം, ജനപ്രതിനിധികളായ സ്മൃതി രാധാകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ ആശുപത്രി ജീവനക്കാർ ചേർന്ന് അർജുനെ യാത്രയാക്കി. എരുമപ്പെട്ടി പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പൊതു ഇടങ്ങളിൽ സൗജന്യ കെ-ഫോൺ വൈഫൈ പദ്ധതിക്ക് തുടക്കമായി. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാലയിൽ നടന്ന പദ്ധതിയുടെ 1ാം ഘട്ട ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ്, അംഗങ്ങളായ MC ഐജു, MK ജോസ് എന്നിവർ സംസാരിച്ചു. CCTVയുടെ എരുമപ്പെട്ടി മങ്ങാട് ഫ്രാഞ്ചൈസികളാണ് കെ-ഫോൺ കണക്ഷൻ നൽകുന്നത്. അരിമ്പൂരിൽ റോഡരികിൽ ഉപേക്ഷിച്ച നാഥനില്ല ഓട്ടോറിക്ഷകൾ നീക്കം ചെയ്യാൻ നവകേരള സദസ്സിൽ നൽകിയ പരാതിയെ തുടർന്ന് ഉത്തരവ്. കാഞ്ഞാണി സംസ്ഥാന പാതയിൽ 4-ാം കല്ല് പെട്രോൾ പമ്പിന് സമീപം റോഡിന് ഇരുവശവും ഉപേക്ഷിച്ച നിലയിൽ കിടന്നിരുന്ന 2 ഓട്ടോറിക്ഷകളാണ് നവകേരള സദസ്സിൽ ലഭിച്ച പരാതിയിൽ നീക്കം ചെയ്യാൻ ഉത്തരവായത്. അരിമ്പൂർ പഞ്ചായത്ത് 2-ാം വാർഡ് മെമ്പർ CP പോളിന്റെ പരാതിയിലാണ് നടപടി. വാഹനങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യുന്നതിന് അന്തിക്കാട് സ്റ്റേഷനിലേക്ക് കത്ത് മുഖാന്തരം ആവശ്യപ്പെട്ടതായും ഒരാഴ്ചയ്ക്കകം ഇതിനോട് ചേർന്ന് പുൽക്കാടുകൾ നീക്കം ചെയ്യുമെന്നും ചൂണ്ടിക്കാട്ടി തൃശൂർ PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ CP പോളിന് കത്ത് നൽകി. ഓട്ടോയ്ക്ക് ചുറ്റുമുള്ള പുൽക്കാടുകൾ കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിയിരുന്നു. ദേശീയപാത വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള കാന നിർമ്മിക്കാനുള്ള കുഴികൾ എടുക്കുന്നതിനിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ തകർന്ന് എങ്ങണ്ടിയൂരിലെ ശുദ്ധജല വിതരണം മുടങ്ങുന്നത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചേറ്റുവയിൽ കോൺഗ്രസ് ഉപരോധ സമരം നടത്തി.
കോൺഗ്രസ് ഏങ്ങണ്ടിയൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ജനകീയ സമരസമിതിയാണ് ഉപരോധ സമരം നടത്തിയത്. മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കാര്യാട്ട്, DCC അംഗം ഇർഷാദ് കെ ചേറ്റുവ, ബാബു ചെമ്പൻ, സുനിൽ നെടുമാടുമൽ തുടങ്ങിയവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ചർച്ചയിൽ ദേശീയപാത നിർമ്മാണം ഏറ്റെടുത്ത കരാർ കമ്പനിയുടെ ചെലവിൽ പരിസര പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിച്ചു നൽകാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതിനെ തുടർന്ന് ഉപരോധ സമരം അവസാനിപ്പിച്ചു. കേരള കർഷക സംഘം മണലൂർ ഏരിയ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അരിമ്പൂർ പഞ്ചായത്തിലെ ഓളംതല്ലിപ്പാറയിലെ സമരഭൂമിയിൽ സംഘടിപ്പിച്ചു. കർഷക സംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് EK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ഏരിയ ജോയിന്റ് സെക്രട്ടറി K രാഗേഷ്, ഓമന അശോകൻ, CA ചന്ദ്രിക, റപ്പായി കാഞ്ഞിരത്തിങ്കൽ, RS ജിനേഷ്, KK അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് ബീച്ച് ഫെസ്റ്റിവൽ സമാപിച്ചു. ചാവക്കാട് നഗരസഭയും ചാവക്കാട് ഡെസ്റ്റിനേഷൻ മാനേജ്മെന്റ് കൌൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച പുതുവത്സരാഘോഷം ചാവക്കാട് കടപ്പുറത്ത് ആവേശത്തിരയിളക്കി. NK അക്ബർ MLA പാപ്പാഞ്ഞിക്ക് തീ കൊളുത്തി. പുതുവത്സരാഘോഷ സമാപനം കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ KK മുബാറക്, ഒരുമനയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KV രവീന്ദ്രൻ, നഗരസഭാ സ്ഥിരം അധ്യക്ഷന്മാരായ പ്രസന്ന രണദിവെ, PS അബ്ദുൾ റഷീദ്, ഷാഹിന സലീം തുടങ്ങിയവർ സംസാരിച്ചു. പുതുവത്സര ദിനത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി ചേലക്കര മേഖലയിലെ ബസ് തൊഴിലാളി യൂണിയൻ. ബസ് തൊഴിലാളി യൂണിയൻ ചേലക്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിക്കുന്നവർക്കും പുതുവത്സരത്തിൽ കേക്കും ഉച്ചക്കഞ്ഞിയും വിതരണം ചെയ്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ബസ് തൊഴിലാളി യൂണിയൻ നേതാവ് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP ശ്രീജയൻ, ബസ് തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി KP സണ്ണി, ആശുപത്രി സൂപ്രണ്ട് സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പുതുവത്സര ദിനത്തിൽ നിയമലംഘനം നടത്തിയ 41 പേർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനും പൊതുസ്ഥലത്ത് മദ്യപിച്ചതിനും മറ്റുമാണ് 41 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. സർക്കിൾ ഇൻസ്പെക്ടർ ER ബൈജു, SIമാരായ ഹാരോൾഡ് ജോർജ്, കശ്യപൻ എന്നിവരുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധയിടങ്ങളിൽ പോലീസ് പിക്കറ്റ് ഏർപ്പെടുത്തിയിരുന്നു. മദ്യപിച്ച് വാഹനം ഓടിച്ചവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ER ബൈജു അറിയിച്ചു. പുതുവർഷ പുലരിയിൽ ദർശന പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തി. നിർമാല്യ ദർശനത്തിനായി നട തുറന്നത് മുതൽ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. ശബരിമല തീർത്ഥാടകരുടെ തിരക്ക് കൂടിയായതോടെ ക്ഷേത്ര പരിസരം ജനനിബിഡമായി. മണിക്കൂറുകളോളം വരിഞ്ഞാണ് ഭക്തർ ദർശനം നടത്തിയത്. വരി നിൽക്കാതെ ദർശനം നടത്തുന്നതിനായി നെയ്വിളക്ക് ശീട്ടാക്കാനും തിരക്കായിരുന്നു. 5 വിവാഹങ്ങൾ ക്ഷേത്രസന്നിധിയിൽ നടന്നു. 107 കുരുന്നുകൾക്ക് ചോറൂൺ നൽകി. അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന അവണിശ്ശേരി ഫെസ്റ്റ് സമാപിച്ചു. 9 ദിവസങ്ങളിലായി നടന്ന ഫെസ്റ്റിൽ 500-ൽ പരം കലാകാരന്മാർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ഫെസ്റ്റിന്റെ സമാപനം പ്രശാന്ത് പുന്നപ്ര ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ പ്രിൻസൻ അവണിശ്ശേരി അധ്യക്ഷത വഹിച്ചു. വികസന ജനകീയ സമിതി സെക്രട്ടറി ശൈലേഷ് കുമാർ, ഫാദർ ജോയ് കുത്തൂർ, ഫാദർ ലിജോ ചാലിശ്ശേരി, പെരിഞ്ചേരി ALP സ്കൂൾ പ്രധാന അധ്യാപകൻ പ്രസാദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും റെഡ് ബീറ്റ്സിന്റെ ഗാനമേളയും അരങ്ങേറി. കലാമണ്ഡലം അപ്പുകുട്ടി പൊതുവാൾ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ട്രസ്റ്റ് വാർഷികവും ചൊവ്വാഴ്ച കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രൻ വാർഷികം ഉദ്ഘാടനം ചെയ്യും. കലാമണ്ഡലം അപ്പുകുട്ടി പൊതുവാൾ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം കലാമണ്ഡലം രാമൻകുട്ടിക്കും, തിരുവല്ലുവാമല മാധവ വാര്യർ സ്മാരക യുവപ്രതിഭാ പുരസ്കാരം
കലാമണ്ഡലം വൈശാഖിനും സമ്മാനിക്കും. തുടർന്ന് കലാമണ്ഡലം വൈശാഖിന്റെ നേതൃത്വത്തിൽ പഞ്ചമദ്ദള കേളി അരങ്ങേറുമെന്ന് ഭാരവാഹികളായ കലാമണ്ഡലം നാരായണൻ നായർ, ഗോപി എൻ പൊതുവാൾ, കലാമണ്ഡലം ഹരിദാസൻ, കലാമണ്ഡലം ശ്രീജിത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാറളം വെള്ളാനിയിലും കാട്ടൂർ പറയൻ കടവിലും യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടി. 2 സംഭവങ്ങളിലുമായി 14ഓളം പേർക്ക് പരിക്കേറ്റു. സാരമായി പരിക്കേറ്റ 4 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുൻ വൈരാഗ്യമാണ് സംഭവത്തിന് കാരണമെന്ന് കാട്ടൂർ പോലീസ് പറഞ്ഞു. സംഘടനവുമായി ബന്ധപ്പെട്ട് കാട്ടൂർ പോലീസ് കേസെടുത്തു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ക്രിസ്ത്യാനികളുടെ ഔദാര്യമല്ല, കടമയാണെന്ന് അദിലാബാദ് ബിഷപ്പ് മാർ പ്രിൻസ് ആന്റണി പാണേങ്ങാടൻ പറഞ്ഞു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളിയിലെ സൊസൈറ്റി ഓഫ് വിൻസെന്റ് ഡി പോൾ സംഘടനയുടെ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികാരി ഫാദർ പ്രിൻഡോ കുളങ്ങര അധ്യക്ഷത വഹിച്ചു. സുവർണ ജൂബിലി വാർഷിക കർമ്മ പദ്ധതികളുടെ രൂപരേഖ പ്രസിഡന്റ് ഫ്രാൻസി പുലിക്കോട്ടിലിനെ സമർപ്പിച്ചു. ജനറൽ കൺവീനർ PI ലാസർ, സിസ്റ്റർ അന്ന കുരുതുകുളങ്ങര, AC ജോസഫ്, TA കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. ബ്രദർ PI ലാസർ മാസ്റ്ററെയാണ്. ചാലക്കുടിയിലെ CPM നേതാവും മുൻ നഗരസഭാ കൌൺസിലറുമായിരുന്ന PM ശ്രീധരന്റെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം BD ദേവസി അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, സനീഷ് കുമാർ ജോസഫ് MLA, LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കടമ്പോട് ആനന്ദ കലാസമിതി വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P ജോസ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് KV ഷൈജു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ ജേതാക്കളായ ഉഷ മാണി, ജിതി സലീഷ്, ITI ഓൾ ഇന്ത്യ ട്രേഡ് ട്രസ്റ്റിൽ നാഷണൽ ടോപ്പറായ KK സഞ്ജയ് കുമാർ, ആരോഗ്യപ്രവർത്തക മണി സന്തോഷ് എന്നിവരെയും SSLC +2 പരീക്ഷകളിലെ ഉന്നത വിജയം നേടിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു. പുതുക്കിപ്പണിത മധുരംപുള്ളി നടപ്പാലം നാടിന് സമർപ്പിച്ചു. വർഷങ്ങളായി ജീർണാവസ്ഥയിലായിരുന്ന കനോലി കനാലിന് കുറുകെയുള്ള ചന്ദ്രാപ്പിന്നി മധുരംപുള്ളി പാലമാണ് നവീകരിച്ച് സഞ്ചാരയോഗ്യമാക്കിയത്. കാട്ടൂർ എടത്തുരുത്തി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് മധുരംപുള്ളി പാലം. നവകേരള സദസ്സിന്റെ ഭാഗമായി MLAയുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലാണ് പാലം നവീകരിച്ചത്. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കാട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ലത അധ്യക്ഷയായി. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ചെയ്യണമെന്ന് ഞങ്ങളുടെ മനസ്സിലായത് ഇവിടെ വന്നു നോക്കിയപ്പോൾ കുട്ടികൾ ഇറങ്ങി വരികയാണ്. കുട്ടികൾ ഇറങ്ങി വരുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സ്റ്റെപ്പുകളും ഇല്ല, പിടിക്കാനുള്ള ഒരു സാധനം, ഒരു കയറ് പോലും ഇല്ലാത്തൊരു സ്ഥിതി. നിൽക്കുന്ന ആൾക്കാരുണ്ട്, പല ആൾക്കാരും. ഇത് കാണാൻ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിന് വല്ലാത്ത പ്രശ്നമായി. ഇത് കാണുന്നവരെ ഇവർ വരുന്ന ആളുകളൊക്കെ ഞാൻ ഒക്കെ ഉറപ്പിച്ച് പറയുന്നത് ഇതൊന്ന് കണ്ടാൽ മാത്രം മതി എന്നാണ്. കണ്ടാൽ മാത്രം മതി ഇതിന്റെ സീരിയസ് അപ്പോഴാണ് മനസ്സിലായത്. കലാഭവൻ മണിയുടെ 53ാം ജന്മദിനം ആചരിച്ചു. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡിൽ നടന്ന ജന്മദിനാചരണം നഗരസഭാ കൌൺസിലർ VJ ജോജി ഉദ്ഘാടനം ചെയ്തു. ചേനത്തുനാട് കുന്നിശ്ശേരി രാമൻ സ്മാരക കലാഗൃഹത്തിൽ ചാലക്കുടി സിംഗേഴ്സിന്റെ നേതൃത്വത്തിൽ അഖില കേരള ചലച്ചിത്ര ഗാനാലാപന മത്സരം സംഘടിപ്പിച്ചു. ചലച്ചിത്ര താരം ശ്രീരേഖ സന്ദീപ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കലാഭവൻ തോമസ് അധ്യക്ഷത വഹിച്ചു. തരംഗ് ചാലക്കുടി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ വിവിധ പരിപാടികളോടെ മണിയുടെ ജന്മദിനം ആഘോഷിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു. അവരെയും വളർത്തി വലുതാക്കാനായ കലാകാരൻ നമുക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് പുഷ്പാഞ്ജലി അർപ്പിക്കുന്നതോടൊപ്പം തന്നെ കടലിൽ പെയ്തിറങ്ങിയ വർണ്ണമഴയുടെ ചാരുതയിൽ പെരിയമ്പലം അണ്ടത്തോട് ബീച്ച് ഫെസ്റ്റിവൽ സമാപിച്ചു. ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിയുടെ ഭാഗമായി പുന്നൂർകുളം പഞ്ചായത്തും ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയുമാണ് പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ 11 ദിവസം നീണ്ടുനിൽക്കുന്ന മഹാരുദ്ര യജ്ഞത്തിന് തുടക്കമായി. യജ്ഞശാലയിൽ അഗ്നി പകർന്നതോടെയാണ് ഭക്തിനിർഭരമായ ചടങ്ങുകൾക്ക് തുടക്കമായത്. 11 വെള്ളിക്കലശങ്ങളിൽ നിറച്ച ശ്രേഷ്ഠദ്രവ്യങ്ങൾ ശ്രീരുദ്ര മന്ത്രജപം ജപിച്ച്
ചൈതന്യപൂരിതമാക്കി തന്ത്രി ചേന്ന സതീശൻ നമ്പൂതിരിപ്പാട് മഹാദേവന് അഭിഷേകം ചെയ്തു. യജ്ഞശാലയിൽ നടന്ന ശ്രീരുദ്ര മന്ത്രജപത്തിന് പ്രമുഖ വേദപണ്ഡിതന്മാർ പങ്കെടുത്തു. സമാപന ദിവസമായ 11-ന് രാവിലെ ആൽത്തറമേളം നടക്കും. മമ്മിയൂർ ദേവസ്വത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർധനരായ 20 രോഗികൾക്ക് 20,000 രൂപ വീതം ചികിത്സാ സഹായം നൽകി. സഹായ ഹസ്തം പദ്ധതി NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി 10ാമതയ വേലാഘോഷം വർണ്ണാഭമായി. ശിങ്കാരിമേളവും വയലിൻ ഫ്യൂഷനും ആനപ്പൂരത്തിന് അകമ്പടിയേകി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 3 ഗജവീരന്മാർ അണിനിരന്നു. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ PS പ്രജിത്ത്, വട്ടേപ്പറമ്പിൽ അജയൻ, PD ഉദയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വേലൂർ ഗവൺമെന്റ് RSRV ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 100ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വെള്ളിയാഴ്ച സംഘാടക സമിതി യോഗം ചേരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വേലൂർ സ്കൂളിൽ നടക്കുന്ന സംഘാടക സമിതി യോഗം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ MV രത്നകുമാർ, പ്രിൻസിപ്പാൾ ഇൻചാർജ് G സോണി, PTA പ്രസിഡന്റ് KK രാജൻ, SMC ചെയർമാൻ TD ദയൻ, MPTA പ്രസിഡന്റ് ഷജീന നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. മതിലകം പഞ്ചായത്ത് 11ാം വാർഡ് കളരിപ്പറമ്പ് കാർഷിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുത്തു. ET ടൈസൺ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷി ഓഫീസർ CB അജിത്ത് ക്ലാസ് നയിച്ചു. വലപ്പാട് CP ട്രസ്റ്റ് കൊടുങ്ങല്ലൂർ ദയ അഗതി മന്ദിരത്തിലെ മാതാപിതാക്കളോടൊപ്പം പുതുവത്സരം ആഘോഷിച്ചു. CP ട്രസ്റ്റ് ചെയർമാൻ CP സാലിഹ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. എറിയാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് പ്രതിനിധികളായ ഷമീർ എളയടത്ത്, ഹിലാൽ കുരിക്കൽ, TM നിസാബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ 14ാം വാർഷികവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. KAP 2nd ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡന്റ് VC ഉണ്ണികൃഷ്ണൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ചെയർമാൻ P ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. സ്ഥാപക മെമ്പർമാരുടെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച മെമ്പർമാരുടെ മക്കളെയും ചടങ്ങിൽ ആദരിച്ചു. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2001-2003 കാലഘട്ടത്തിലെ +2 ബാച്ച് വിദ്യാർത്ഥികളുടെ സംഗമം നടന്നു. സ്കൂൾ PTA പ്രസിഡന്റ് PG ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പാൾ VB ശ്യാം അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ റഷീദ് എരുമപ്പെട്ടി, പൂർവാധ്യാപിക VK സരിത തുടങ്ങിയവർ സംസാരിച്ചു. IPC കുന്നംകുളം സെന്റർ കൺവെൻഷൻ ജനുവരി 4 മുതൽ 7 വരെ പോർക്കുളം IPC രഹബോത്ത് നഗർ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പാസ്റ്റർ സാം വർഗീസ്, സെക്രട്ടറി പാസ്റ്റർ വിനോദ് ഭാസ്കർ, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ PK ജോൺസൺ, പബ്ലിസിറ്റി കൺവീനർ പാസ്റ്റർ CI കൊച്ചുണ്ണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വൈദ്യപരിശോധനയ്ക്കിടെ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രതിയുടെ ശ്രമം പോലീസുകാരും നാട്ടുകാരും ചേർന്ന് വിഫലമാക്കി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച പള്ളിക്കുന്ന് സ്വദേശി കുറുമ്പിലായി സെബിയാണ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്. മദ്യവിൽപ്പന നടത്തിയതിനെ കഴിഞ്ഞ ദിവസം വരദരപ്പള്ളി പോലീസ് പിടികൂടിയ സെബി ചികിത്സാ മുറിയിലേക്ക് കടന്ന ഉടനെ പുറത്തേക്ക് ഓടുകയായിരുന്നു. പുറകെ പോലീസ് ഓടുന്നത് കണ്ട് ആശുപത്രിക്ക് പുറത്തുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് പ്രതിയെ പിടികൂടുകയായിരുന്നു. പള്ളിക്കുന്നിൽ പുതുവത്സരാഘോഷത്തിന് വ്യാജമദ്യം വിൽപ്പന നടത്തുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. ചാലിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ മണ്ഡലം പ്രസിഡന്റ് NV ബാവ അനുസ്മരണ സമ്മേളനം
KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. NV ബാവ സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ AM ഹംസ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് കൺവീനർ അമീർ അബ്ബാസ്, DCC ജനറൽ സെക്രട്ടറി K ബാബു നാസർ, തൃത്താല നിയോജകമണ്ഡലം UDF ചെയർമാൻ TK സുനിൽകുമാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PV ഉമ്മർ, KT സുലൈമാൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പരിയാരം കൊന്നക്കുഴിയിൽ കുരങ്ങ് ശല്യം രൂക്ഷം. വീട്ടിൽ കയറിയ കുരങ്ങുകൾ വീട്ടുപകരണങ്ങൾ നശിപ്പിച്ചു. കുന്നംകുളം തുറക്കുളം മത്സ്യ മാർക്കറ്റിലെ കവർച്ച. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൈപ്പറമ്പിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാനും മിനി ബസുമായി കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്ക്. കൊടകര ചുങ്കാലയിൽ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.